നീ ഇവിടെ വല്ല ഇവിടെ പാചകം ചെയ്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കണ്ടോ? ഇല്ല, സർവീസ് ഉണ്ടോ? ഇവിടുത്തെ പാചകമുണ്ട്, വീട് കഷ്ടമാണ് കേട്ടോ. ഒരാള് മാക്കം പണിയെടുക്കുന്നത് അത് കണ്ടോണ്ടിരിക്കാതെ പണിയെടുക്കുമ്പോ ഏട്ടാ വന്ന് സഹായിക്കാറുണ്ടോ? പിന്നെ ഉള്ളി അരിഞ്ഞില്ലേ? പിന്നെ അരിഞ്ഞു തരും. പിന്നെ എനിക്ക് ഒരു കപ്പ് ഞാൻ സഹായിച്ചാണ്. അല്ല അത് എന്ത് തോന്നിയാ സാറേ നിങ്ങൾ കാണിച്ച? എടാ അത് വെറുതെ കയ്യിൽ നിന്ന് തെറ്റിയോണല്ലേ. നീ ആളുകളെ കളിയാക്കരുത്. ഞങ്ങളുടെ പാർട്ടിയിലെ അണികളെ തല്ലി ചതച്ച്. എടാ അണികളല്ലോ, അത് ഗുണ്ടകളല്ലേ. ഗുണ്ടകളെ പിന്നെ നമ്മളെ അൻസാർ നടരാജനില്ലേ, അൻസാർ നടരാജനെ ഇവന്മാരെ പോലീസ് എല്ലാം കൂടെ തല്ലി അവനെ ഒരു പരുവാക്കി കളഞ്ഞു. അൻസാർ നടരാനുണ്ടായിരുന്ന നിനക്കൊന്നും അറിഞ്ഞോളൂ. അല്ലടാ എന്നിട്ട് അഭിനയിക്കണില്ലേ അവൻ? അൻസാറിന് നടരാൻ ഞാൻ കണ്ടില്ല. അൻസാർ നടരാനുണ്ടായിരുന്ന എന്താ അടയിക്കില്ല നിന്റെ കാങ്ങളാ. അവനോട് ചോദിക്കെന്തെന്ന്. അൻസാറിനെ നടരാൻ ഇനി ചെയ്യാനൊന്നുമില്ല. കൈ കാലം അടിച്ചോടിച്ചു കളഞ്ഞു. എപ്പോ എന്തിനായിട്ടാ അങ്ങനെ ചെയ്തത്? എടേ സമരത്തിന് വരുന്ന ആൾക്കാരെ നമ്മള് നോക്കിയല്ല നോക്കുന്നത്. സമരത്തിന് കൂട്ടുകാരല്ലേ അവരൊക്കെ അവരെ കണ്ടില്ലെന്ന്. നമ്മൾ ഷീൽഡ് വെച്ചിങ്ങനെ മാസ്ക് ഇട്ടിട്ടുണ്ടായോ? എടി അതല്ല, നമ്മൾ ഈ എറി വരുന്ന അടി വരുന്ന സമയത്ത് നമ്മൾ ഇതിന് ആളുകൾ നോക്കിയാ ഇത് എന്റെ ബന്ധുവാണ്, ഇത് എന്റെ അളിയന്റെ കൂട്ടുകാരനാണ് നോക്കിയിട്ടല്ലോ. എതിർക്കാൻ വരുന്നവരാ തുരത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നേരം നീ വലിയ ആളാണെന്ന് വിചാരിക്കണ്ട. തീവ്രവാദികളെക്കാളും കഷ്ടമാര് പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്തും കാണിക്കാന്ന് വിചാരിക്കരുത്. നോക്കിക്കോ, ഞങ്ങളെ പാർട്ടിയുടെ ഗുണ്ടാളുണ്ട്, എല്ലാവരും വെച്ചിട്ടുണ്ട്. നിന്റെ ഗുണ്ടാളെ തന്നെ അടിച്ചോടിച്ചത്. ഗുണ്ടകളല്ലടാ, നീ പാവങ്ങളെ തല്ലി ചതച്ച്. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. അങ്ങനല്ല തങ്കം, അവന്മാരെ അവസ്ഥ കണ്ടോണ്ടല്ലോ സഹിക്കൂല. കഷ്ടമായി പോയി. സമരത്തിന് വരരുത്. എന്തിനാണ് നമ്മൾ ക്രമസമാനം പാലിക്കണം? സമാധാനമായിട്ട് സമരം ചെയ്തവരാ നിങ്ങൾ തല്ലി ചതച്ച്. നേരെ കല്ലെറിയുന്നവര്. നീ നോക്കിക്കോ, ഇന്ന് ഇരുട്ട് വിളക്കണതിനകത്ത് നിന്റെ പോലീസുകാരന്മാരെ എല്ലാവരും ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട്. നീ നോക്കിക്കോ, ഇരുട്ടടി അടിക്കും, ഇരുട്ടടി. അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കണത്. നീ വാ, ഞങ്ങൾ പോലീസുകാർ വെറുതെ ഇരുന്ന് തരുമോ? ഞങ്ങളിലുണ്ട് തല്ലം പോലീസന്മാര്. കാക്കിട്ടുന്നുള്ള ആ ഒരു മര്യാദയിലാണ് ഞങ്ങളൊക്കെ വെറുതെ കാണിച്ചേരടാ. എന്താ ചെയ്യാൻ പറഞ്ഞത്? ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. നിന്നെക്കാളും വലിയ പോലീസ് ഏമാരുണ്ട് കേട്ടോ. പോലീസാണ് നീ. പോലീസ് പിന്നെ ഞങ്ങളിലുണ്ട് ആൾക്കാർ. ലോകത്ത് വേറെ പോലീസ് ഇല്ലല്ലോ. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞത്? എല്ലാ ദിവസവും കുടുംബത്തിൽ കയറി വരുന്ന ആൾക്കാരല്ലേടാ അവര്. എടി കണ്ടില്ല, നിന്നെയാണെങ്കിൽ അവരങ്ങനെ ചെയ്യോ? അതൊരു ഞാനല്ലായിരിക്കും. കൂട്ടത്തിൽ ഒരുപാട് പേരില്ലേ? ഒരുപാട് പേരില്ലേ? അവന് കുടുംബം ബന്ധമൊന്നും ഇല്ല തങ്കം. അവസരം കിട്ടി അവൻ ചെയ്യുന്നത്. പക്ഷെ നീ നോക്കിക്കോ, ഞാനും ഇനി അതുപോലെ തന്നെയാണ്. എടി ഇത് ഞങ്ങൾ കണ്ട പോലും അവരാണെന്ന് ഞാൻ അവരെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ എത്രയും. പിന്നെ അവരല്ലേ പറഞ്ഞത് ഏട്ടനാണെന്ന്. മര്യാദയ്ക്ക് ജോലിയായിരുന്നു.